നമസ്കാരം. ഇന്നത്തെ കേരളം ആരംഭിക്കും. അംഗത്തിന് പ്രിയങ്ക. പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കയെ നിയോഗിച്ചു. പടിഞ്ഞാറൻ UPയുടെ ചുമതല ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും നൽകി. സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് KC വേണുഗോപാലിനെ ഉയർത്തുകയും ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് പ്രഖ്യാപിക്കുന്നതായി AICCയിൽ രാഹുൽ ഗാന്ധി നടത്തിയ അഴിച്ചുപണി. കോൺഗ്രസിന് തിരിച്ചടിയേൽക്കുമ്പോഴൊക്കെ നേതാക്കളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉയരുന്ന ആവശ്യത്തിന് വിരാമമിട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശം. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ചർച്ചകളിൽ പ്രിയങ്ക ഉണ്ടായിരുന്നെങ്കിലും സംഘടനാ ചുമതലകൾ ഇല്ലായിരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ വരവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ എന്നിവ ഉൾപ്പെട്ട മേഖലയാണിത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തെയും BJPയെയും വീഴ്ത്തി പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന ദൌത്യമാണ് പ്രിയങ്കയ്ക്ക്. കോൺഗ്രസ് ഉറച്ച ചൂടുമായി മുന്നോട്ടെന്ന സന്ദേശമാണ് തീരുമാനം പ്രഖ്യാപിച്ച ശേഷം രാഹുൽ ഗാന്ധി നൽകിയത്. चाहे प्रियंका हो, चाहे ज्योतिरादित्य हो, और इन दोनों युवा नेताओं से हम उत्तर प्रदेश की राजनीति को बदलना चाहते हैं. मुझ में पूरा भरोसा है. प्रियंका और ज्योतिरादित्य काम करेंगे. വിദേശത്തുള്ള പ്രിയങ്ക തിരിച്ചെത്തിയ ശേഷം ഫെബ്രുവരി ആദ്യവാരം ചുമതലയേൽക്കും. ഉത്തർപ്രദേശിൽ രാഹുലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന്റെ ഭാഗമായാണ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പടിഞ്ഞാറൻ UPയുടെ ചുമതല നൽകിയത്. UPയുടെ ചുമതലയുണ്ടായിരുന്ന ഗുലാം നബി ആസാദിനെ ഹരിയാനയിലേക്ക് മാറ്റുകയും ചെയ്തു. കർണാടകയിൽ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ KC വേണുഗോപാലിന് പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി സംഘടനാ ചുമതല. ഇതോടെ കോൺഗ്രസ് ദേശീയ നേതൃനിരയിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രബല നേതാവായി KC വേണുഗോപാൽ. പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോഴെല്ലാം ഉയർന്ന മുറവിളികൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് സംഘടനാ ചുമതലയിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ്. കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന ആരോപണം ശക്തമാകുമെങ്കിലും ഉത്തർപ്രദേശിൽ പ്രിയങ്കയുടെ വരവ് പാർട്ടിക്ക് കരുത്തു പകരുമെന്നതിൽ സംശയമില്ല. AICC ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. സംഘടനാ ചുമതലയിലേക്ക് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ചുവടുവയ്ക്കുന്നത്. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്നാണ് സൂചന. SP-BSP സഖ്യത്തിന്റെ തണലിലല്ല കോൺഗ്രസ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിവന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ വാരണാസിയിൽ തന്നെ പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. BJPയെ നേരിടാൻ കോൺഗ്രസ്. ഈ രാഷ്ട്രീയം അരക്കിട്ടുറപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സംഘടനയുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്നതും പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന കിഴക്കൻ UPയിൽ തന്നെ ചുമതല നൽകിയതും ഈ അരക്കിട്ടുറപ്പിക്കലിന്റെ ഭാഗമാണ്. കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന വരവ് പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളും നടപടികളും സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല, മത്സരിച്ച് വിജയിക്കാൻ കൂടിയാണ്. അനാരോഗ്യത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ആലോചിക്കുന്ന സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കാനാണ് സാധ്യത ഏറെ. എന്നാൽ പരീക്ഷണം അവിടം കൊണ്ടും നിൽക്കണമെന്നില്ല. പ്രധാനമന്ത്രിയെ തന്നെ പ്രിയങ്ക കന്നി അംഗത്തിൽ നേരിട്ടാൽ അതിശയിക്കേണ്ടതില്ല. പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിച്ച് വിജയിക്കുന്നതിനേക്കാൾ കോൺഗ്രസിന് ഗുണം ചെയ്യുക മോദിക്കെതിരെ വാരണാസിയിൽ ഇറങ്ങുന്നതാകും. BJPയെയും നരേന്ദ്രമോദിയെയും നേരിടുന്നതിൽ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന സന്ദേശമാകും ആ ഏറ്റുമുട്ടൽ നൽകുക. ഉത്തർപ്രദേശിൽ പ്രിയങ്ക കോൺഗ്രസിനെ നയിക്കുന്നത് ത്രികോണ മത്സരത്തിലേക്കാകും കാര്യങ്ങൾ എത്തിക്കുക. പിന്നാക്ക ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് കൈകോർത്ത BSP-SP സഖ്യത്തിനും ഇത് കനത്ത തിരിച്ചടിയാകും. പ്രിയങ്കയുടെ വരവിലൂടെ ദേശീയതലത്തിലും രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപായാലും ശേഷമായാലും പ്രാദേശിക പാർട്ടികളുടെയോ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നതാണ് ആ രാഷ്ട്രീയ പ്രഖ്യാപനം. कहीं भी हम बैकफुट पे नहीं खेलेंगे और हम राजनीति जनता के लिए करते हैं, विकास के लिए करते हैं, और जहां भी हमें अपॉर्चुनिटी मिलेगी हम फ्रंट फुट पे खेलेंगे. TJ ശ്രീലാൽ, ന്യൂസ് 18. 47ാം പിറന്നാളിന് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പല തെരഞ്ഞെടുപ്പുകളുടെയും അണിയറയിൽ പ്രവർത്തിച്ച പ്രിയങ്കയ്ക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടവുകൾ അപരിചിതമല്ല. അപ്രതീക്ഷിതമല്ല. രാഷ്ട്രീയ ആരവങ്ങളിൽ എന്നുമുണ്ടായിരുന്നു പ്രിയങ്ക എന്ന പേര്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ സജീവമായിരുന്നു. അടുത്തിടെ രാജസ്ഥാൻ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി പദ തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും പ്രിയങ്ക നിർണായക പങ്കുവഹിച്ചു. അനാരോഗ്യത്തെ തുടർന്ന് സോണിയാഗാന്ധി പിന്മാറിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആ ഒഴിവ് നികത്താൻ പ്രിയങ്ക വന്നേ മതിയാകൂ എന്നത് രാഹുൽ ഗാന്ധിയുടെ കൂടി തീരുമാനമാണ്. मुझे काफी खुशी हो रही है कि मेरी बहन बहुत केपेबल कर्मठ है कि वो मेरे साथ अब
काम करेगी। പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വാൾപ്പയറ്റുകൾ ഒട്ടും അപരിചിതമല്ല സഹോദരിക്കെന്ന് രാഹുലിനറിയാം. 56ന്റെ നെഞ്ചളവല്ല, ജനമനസ്സറിയാനുള്ള ഹൃദയമാണ് വേണ്ടതെന്നാണ് 2014 പ്രിയങ്ക മോദിക്ക് നൽകിയ മറുപടി. ഡൽഹിയിലെ ജീസസ് മേരി കോളേജിൽ പ്രിയങ്കയുടെ ബിരുദാനന്തര ബിരുദം ബുദ്ധ തത്വചിന്തയിലായിരുന്നു. താൻ ബുദ്ധമത അനുയായിയാവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരിക്കൽ. 1997 വ്യവസായിയായ റോബർട്ട് വാദ്രയുമായുള്ള വിവാഹം. 2 മക്കൾ, റൈഹാനും മിറായയും. റായ്ബറേലിയിലെ കോൺഗ്രസുകാർ വർഷങ്ങളായി വിളിക്കുകയാണ് മത്സരിക്കാൻ. ഇത്തവണ പ്രിയങ്ക എത്തുമെന്നാണ് ഈ രാഷ്ട്രീയ പ്രഖ്യാപനം നൽകുന്ന സൂചന. ഇപ്പോൾ പ്രിയങ്ക ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേര് അന്യായങ്ങൾക്കെതിരെ. അടുത്ത മാസം പുസ്തകമിറങ്ങും. അതിനൊപ്പം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ സംഘടനാ ചുമതലയിലേക്ക് പ്രിയങ്ക കടക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലർക്ക് കുടുംബമാണ് പാർട്ടി. കുടുംബാധിപത്യത്തെ എതിർക്കുന്നത് കോൺഗ്രസിൽ കുറ്റമാണെന്നും മോദി ആരോപിച്ചു. പ്രിയങ്കയുടെ വരവോടെ കോൺഗ്രസ് കുടുംബ കമ്പനിയായി മാറിയെന്ന് ബിജെപി നേതാവ് JP നദ്ദ കുറ്റപ്പെടുത്തി. കുടുംബവാഴ്ച നിലനിൽക്കുന്ന പാർട്ടിയിൽ ഇത് മാത്രമേ സംഭവിക്കൂ എന്നായിരുന്നു കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിന്റെ പരിഹാസം. सामान्य वर्ग के गरीब बच्चे भी IIT, IIM രാഹുൽ ഗാന്ധി തന്നെ ഏൽപ്പിച്ചത് ഭാരിച്ച ചുമതലയെന്ന് KC വേണുഗോപാൽ. സംഘടനയെ ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതിൽ പാർട്ടി അധ്യക്ഷൻ തീരുമാനമെടുക്കും. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കുമെന്നും KC വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയായി നിയമിതനായ KC വേണുഗോപാൽ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. നിർണായകമായ പദവിയിലേക്ക് എത്തിയതിനെ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചാരിതാർത്ഥ്യമുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് ഇത്രയും ഒരു ഉത്തരവാദിത്തമുള്ള ചുമതല നൽകാൻ ഉള്ള വിശ്വാസം എന്നിലുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇനി എൻ്റെ മുന്നിലുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് പാർട്ടി പ്രവർത്തകരെല്ലാം ഇന്ത്യയിൽ ഒട്ടാകെ അവർക്ക് ആവേശം പകരും. UPയിലെ പാർട്ടിക്ക് കൂടുതൽ കരുത്തും ആവേശവും പകരും. ഉത്തർപ്രദേശിൽ ഇതോടുകൂടി പാർട്ടിക്ക് പൂർണ്ണമായും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ചില കാരണങ്ങൾ കൊണ്ടും ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് അത് ബുദ്ധിമുട്ടായത്. അത് പരിഹരിക്കാൻ തക്കവണ്ണമുള്ള നേതൃപാഠവുമുള്ള ഒരു പ്രിയങ്കാജിയും ജ്യോതിരാദിത്യ സിന്ധ്യയും, പ്രത്യേകിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ ഒരു ഡൈനാമിക് യങ് ലീഡറാണ്. 2 പേരെയാണ് UPയിലേക്ക് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ UP പൊളിറ്റിക്സിനെ കോൺഗ്രസ് ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്നുള്ളതിന്റെ തെളിവാണ് അത്. കോൺഗ്രസിലൊരു തലമുറ മാറ്റത്തിന്റെ കൂടി കൃത്യമായ സൂചനയാണ്. തലമുറ മാറ്റമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. കൃത്യമായിട്ടും കോൺഗ്രസ് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ള സൂചന മാത്രമേ ഉള്ളൂ. കർണാടകയിൽ താങ്കൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പോലും താങ്കളത് വളരെ ഭംഗിയായി നിർവഹിച്ചതിന്റെ കൂടി ഒരു അംഗീകാരമായിട്ടാണ് ഈ ഒരു പദവി ലബ്ധിയെ കാണുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം നമുക്ക് തന്നു. അത് കർണാടകത്തിന്റെ ചുമതല പോലെ തന്നെ മറ്റൊരു ചുമതല. ആ രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ. ആലപ്പുഴയിൽ മത്സരിക്കുമോ? ഇനി എന്താണ് അതിന്റെ ഭാവി പരിപാടികൾ എന്നത്? അല്ല, അത് തീരുമാനിക്കേണ്ടത് പാർട്ടി പ്രസിഡന്റ് തന്നെയാണ്. ഏതായാലും അർപ്പിതമായ ചുമതല അതിന്റെ എല്ലാ കഴിവുകളോടും കൂടി ചെയ്യുമെന്ന് തന്നെയാണ്, നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കൈ കൊടുക്കുമോ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ KPCCയിൽ ധാരണ. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് പൊതു അഭിപ്രായമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കുമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ഇടുക്കിയിൽ മത്സരിച്ചാൽ സ്വാഗതം ചെയ്യുമെന്ന് PJ ജോസഫും പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി അഭിപ്രായം പറയാനില്ലെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ ഉള്ളിലിരിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സംസ്ഥാന നേതൃത്വം ഒരു മുഴം നീട്ടിയെറിഞ്ഞു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കാൻ തയ്യാറായാലും കോൺഗ്രസ് മാത്രമല്ല ഐക്യജനാധിപത്യ കക്ഷി അദ്ദേഹം ഇരുകൈയും നീട്ടി ആ നിയോജകമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകും. ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാവുന്നത് 20 മണ്ഡലങ്ങളിലും മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. എല്ലാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. മുല്ലപ്പള്ളിയുടെ വാക്കുകൾ പാർട്ടി തീരുമാനമാണെന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു ഹൈക്കമാൻഡുമായി നേരത്തെ ചർച്ച നടത്തിയ K മുരളീധരന്റെ വാക്കുകൾ. അദ്ദേഹമാണ് മത്സരിക്കണോ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം ആണ് ഹൈക്കമാൻഡ് നൽകുന്നത്. അത് വളരെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ UDF കൺവീനർ ബെന്നി ബെഹനാന്റെ പ്രതികരണം.
ഉമ്മൻചാണ്ടി പാർലമെന്റിലേക്ക് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫും പ്രഖ്യാപിച്ചു. ഇടുക്കി പോലുള്ള സീറ്റിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന അഭിപ്രായം അവിടെ ധാരാളമായി ഉയർന്നു വന്നിട്ടുണ്ട്. പുള്ളി മത്സരിക്കുന്നത് ഞാനും സ്വാഗതം ചെയ്തു. KM മാണി കോട്ടയത്തിനു പുറമെ ഇടുക്കിക്ക് വേണ്ടി കൂടി സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ജോസഫിന്റെ പ്രതികരണം. മത്സരത്തിനില്ലെന്നാണ് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് തറപ്പിച്ചു പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് സൂചന. മണ്ഡലം കോട്ടയമോ ഇടുക്കിയോ എന്നാണ് അറിയാനുള്ളത്, അതോ ആന്റോ ആന്റണിയുടെ പത്തനംതിട്ടയോ? പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അങ്ങനെയെങ്കിൽ എങ്ങനെ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് വീണ്ടും ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത് ഇതുകൂടിയാണ്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഇല്ലെങ്കിലും ശബരിമല വിഷയത്തിലടക്കം പിന്നോട്ടു പോയ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമാകാൻ ഈ പ്രഖ്യാപനം സഹായിക്കും. KPCC നിർദ്ദേശിച്ചാൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തടസ്സം നിൽക്കുകയുമില്ല. ഉമ്മൻചാണ്ടി മത്സരിക്കുമോ? മത്സരിച്ചാൽ ഏതു മണ്ഡലം? കോൺഗ്രസിൽ മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പ്രതിയോഗികളും ഇതേ ചോദ്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ ചർച്ച തന്നെയാണ് കോൺഗ്രസ് ആദ്യം ലക്ഷ്യമിട്ടത്. ഉമ്മൻചാണ്ടി മത്സരിക്കണോ എന്നത് ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് KPCCയിലാണ്, പിന്നാലെ AICC തലത്തിലും. എന്നാൽ ഈ രണ്ട് തലത്തിലും ഇത്തരമൊരു ചർച്ച ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല. അതിനു മുമ്പാണ് KPCC പ്രസിഡന്റ് ഈ ആഗ്രഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ചർച്ച KPCCയിൽ നിന്ന് തുടങ്ങിയാൽ അതിന് ഇപ്പോൾ ലഭിക്കുന്ന ഊർജ്ജവും സ്വീകാര്യതയും ഉണ്ടാകുമായിരുന്നില്ല. സീറ്റ് മോഹികളായ യുവപ്രതിഭകളെങ്കിലും ഇതിനെതിരെ പരസ്യമായി എത്താനും ഇടയുണ്ടായിരുന്നു. KPCC പ്രസിഡന്റിന്റെ ആഗ്രഹപ്രഖ്യാപനത്തിലൂടെ ഇത് മറികടക്കാനായി. ഇനി അറിയേണ്ടത് ഉമ്മൻചാണ്ടിയുടെ നിലപാടാണ്. അത് തുടക്കത്തിൽ അനുകൂലമാകാൻ സാധ്യതയില്ല. ഹൈക്കമാൻഡിന്റെ ഇടപെടലാകും ഒടുവിൽ തീരുമാനമുണ്ടാകുക. പക്ഷേ ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ കൂടി തീരുമാനമായ ശേഷമേ അതുണ്ടാകൂ. കോട്ടയമായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടത്. വിട്ടുനൽകില്ലെന്ന് കേരള കോൺഗ്രസ് എം നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഇടുക്കിയുമായി വച്ചുമാറുക തന്നെ ചെയ്യും. AICC ജനറൽ സെക്രട്ടറിയായ ശേഷവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ തുടരുന്ന ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങി ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറ്റാൻ തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികളിൽ സീറ്റ് ചർച്ചകൾ സജീവമാവുകയാണ്. UDFിൽ മാത്രമല്ല LDFിലും കോട്ടയം തർക്കവിഷയമാവുകയാണ്. ജനതാദൾ എസ് മത്സരിക്കുന്ന മണ്ഡലം തിരിച്ചുവേണമെന്ന CPM ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമാണ് LDFിൽ തർക്കത്തിന് തുടക്കമിടുന്നത്. രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ ഒളിച്ചോടിയ ജോസ് കെ മാണി കബളിപ്പിച്ചുവെന്ന വികാരം വോട്ടർമാർക്കിടയിൽ ശക്തമാണെന്നും ഇത് മുതലെടുക്കാമെന്നുമാണ് CPM കണക്കുകൂട്ടുന്നത്. ജയസാധ്യതയില്ലെന്ന കണക്കുകൂട്ടലിലാണ് ജോസ് കെ മാണി ലോക്സഭാ കാലാവധി പൂർത്തിയാകും മുൻപ് രാജ്യസഭയിലേക്ക് ചേക്കേറിയത്. ജോസ് കെ മാണി വഞ്ചിച്ചുവെന്ന വികാരമാണ് മണ്ഡലത്തിലുള്ളത്. ഈ വികാരം മുതലെടുക്കാൻ CPM നേരിട്ടിറങ്ങിയാൽ എളുപ്പം സാധിക്കും. ഇങ്ങനെ കോട്ടയം തിരിച്ചു ചോദിക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന് കാരണങ്ങളേറെയാണ്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജനതാദൾ എസിൽ നിന്ന് സീറ്റ് തിരികെ വാങ്ങണമെന്ന ആവശ്യം ശക്തിപ്പെട്ടിരിക്കുന്നത്. 1984 സുരേഷ് കുറുപ്പ് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളമാകെ വലിയ രൂപത്തിലുള്ള പൊള്ളലൊക്കെ ഉണ്ടായപ്പോഴും ഇവിടുന്ന് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. പിന്നീട് കുറുപ്പ് പല പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചു. 2004 18 സീറ്റും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് ലഭിക്കുമ്പോൾ കോട്ടയം സീറ്റും അതിൽ ഉൾപ്പെടെ വന്നിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ജയം ഈ മണ്ഡലത്തിന് അപ്രാപ്യമല്ല. രാജ്യസഭാ സീറ്റ് കോൺഗ്രസിൽ നിന്നും സമ്മർദ്ദത്തിലൂടെ കേരള കോൺഗ്രസ് എം നേടിയെടുത്തത് കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഈ സാഹചര്യവും അനുകൂലമാകും. ഇടതുമുന്നണിയുടെ മുഖ്യ പ്രചരണായുധവും ഇത് തന്നെ. ചുരുക്കത്തിൽ കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഹൃദയവികാരങ്ങൾ എല്ലാം പ്രതിഫലിപ്പിക്കാനുള്ള വേദിയാണ്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. ആ പാർലമെന്റിൽ നമ്മുടെ പ്രതിനിധിയില്ലാതെ പോകുന്നു എന്നത് നമുക്ക് അപമാനകരമാണ്, വിഷമകരമാണ്, വേദനാജനകവുമാണ്. മണ്ഡലം തിരിച്ചെടുത്താൽ ആര് മത്സരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. LDFിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ CPIക്ക് 4 സ്ഥാനാർത്ഥിയുണ്ടാവുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ആലപ്പാട് ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങളിൽ പരമാവധി ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണമെന്നാണ് CPIയുടെ നിലപാട്. CPI കൊല്ലം ജില്ലാ സെക്രട്ടറിയെ മാറ്റിയെന്നത് തെറ്റായ മാധ്യമ വാർത്തയാണെന്നും കാനം കൊല്ലത്ത് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ സമരങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രതിപക്ഷം.
പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് UDF തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞു. മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റുകൾ ഉപരോധിച്ചു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും ജനദ്രോഹ നടപടികൾ തുടരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേന്ദ്രഭരണവും കേരള ഭരണവും ജനങ്ങൾ മടുത്തിരിക്കുന്നു. അതിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ UDFന് മാത്രമേ കഴിയൂ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഇടതുമുന്നണി ഭരണത്തിനെതിരായും RSS BJPയുടെ കേന്ദ്ര ഭരണത്തിനെതിരായും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമെന്ന പ്രതിപക്ഷ ആരോപണം ബജറ്റോടെ അവസാനിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കൃത്യമായ ചിത്രം ബജറ്റിലുണ്ടാകും. പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രോജക്ടുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ കേരളത്തിലെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതോടുകൂടി ഈ വിമർശനങ്ങളെല്ലാം തീരും. കൃത്യമായിട്ട് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെല്ലാം കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടും. പക്ഷെ അത് മാത്രമല്ല, ഈ റീബിൽഡ് കേരള എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നത്, അതിന്റെ മുഖ്യ പ്രൊജക്റ്റുകൾ എന്താണ്, അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ അനാവരണം ചെയ്യപ്പെടാൻ പോവുകയാണ്. 2 വർഷം മുൻപ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച നാളികേര പാർക്കുകൾ ഇനിയും യാഥാർത്ഥ്യമായില്ല. കോഴിക്കോട് ജില്ലയിൽ 2 നാളികേര പാർക്കുകൾ പ്രവർത്തനം തുടങ്ങിയെന്ന കൃഷിവകുപ്പിന്റെ വിശദീകരണം തെറ്റാണെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സംസ്ഥാനത്ത് അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് 500 കോടി രൂപ വകയിരുത്തിയെന്നാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. ഇതനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി, കൂത്താളി എന്നിവിടങ്ങളിൽ നാളികേര പാർക്കുകൾ പ്രവർത്തനം തുടങ്ങിയെന്ന് കൃഷിവകുപ്പ് വെളിപ്പെടുത്തുകയും ചെയ്തു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോഴായിരുന്നു കൃഷിവകുപ്പ് ഡയറക്ടറുടെ രേഖാമൂലമുള്ള മറുപടി. നാളികേര പാർക്ക് കാണാൻ ഞങ്ങൾ വേങ്ങേരിയിലെ മൊത്ത വിപണന കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു. നാളികേര പാർക്ക് തിരഞ്ഞു നടന്നെങ്കിലും അങ്ങനെയൊരു കെട്ടിടം പോലും കാണാനായില്ല. പാർക്കിനെ കുറിച്ച് കച്ചവടക്കാരനോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഇവിടെ കോക്കനട്ട് പാർക്ക് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. കൃഷിവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ കണ്ടു. അവരും കൈമലർത്തി. പിഎനായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ സാധനം കിട്ടിയിട്ടില്ല എന്നുള്ള PA പറഞ്ഞു. ഫണ്ട് കൂത്താളിയിലും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ച 6 അഗ്രോ പാർക്കുകളിൽ 2 നാളികേര പാർക്കുകൾ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖയിലുള്ളത്. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഒരു പാർക്കും തന്നെ എവിടെയും ആരംഭിച്ചില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ അരവിന്ദിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. BJP അധ്യക്ഷൻ അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയതോടെ പശ്ചിമബംഗാളിലെ BJP റാലിക്ക് മങ്ങലേറ്റു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അമിത്ഷാ മടങ്ങിയതിനാൽ ഇന്നത്തെ റാലി റദ്ദാക്കി. നാളത്തെ റാലിയും അനിശ്ചിതത്വത്തിലായി. ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിച്ചതിനാലാണ് അമിത്ഷാ മടങ്ങിയതെന്ന് വാർത്തയുണ്ടെങ്കിലും BJP നേതൃത്വം ഇത് തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാക്കാനില്ലെന്ന് ശിവസേന. തെരഞ്ഞെടുപ്പിന് ശേഷം ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ BJPക്ക് പിന്തുണ നൽകുമെന്നും ശിവസേന പറഞ്ഞു. ഉത്തർപ്രദേശിൽ BJPക്കെതിരെ 25 സീറ്റുകളിൽ ശിവസേന മത്സരിക്കാനും തീരുമാനമായി. വാർത്തകൾ തുടരുന്നു. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി. മുനമ്പം മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രകർ താമസിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിൽ. ശ്രീകാന്തൻ, ഷെൽവം, പ്രഭു എന്നിവർ താമസിച്ച ആഡംബര ഹോട്ടലിലെയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മനുഷ്യക്കടത്തിലെ പ്രധാന കണ്ണികളായ ശ്രീകാന്തനും ശെൽവവും പ്രഭുവും ഒരുമിച്ച് ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നതിന്റെയും കൊടുങ്ങല്ലൂർ നഗരത്തിലൂടെ കാറിൽ പോകുന്നതിന്റെയും ദൃശ്യങ്ങളാണിത്. ജനുവരി 7-നാണ് ഇവർ കൊടുങ്ങല്ലൂരിലെ ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം പ്രഭുവിനെ മുറിയിൽ കണ്ട ഹോട്ടൽ അധികൃതർ 3 പേർക്ക് ഒരേ മുറിയിൽ താമസിക്കാനാവില്ലെന്ന് അറിയിച്ചു. തുടർന്ന് പ്രഭു മറ്റൊരു റൂമിലേക്ക് മാറി.
ഇടയ്ക്ക് ഹോട്ടൽ ജീവനക്കാരോട് മദ്യം ചോദിച്ചു. ശ്രീകാന്തനും ശെൽവവും പ്രഭുവും കൊടുങ്ങല്ലൂരിൽ ഭൂമി വാങ്ങാൻ ശ്രമിച്ചിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. ശെൽവന്റെ മകന്റെ പേരിലുള്ള i20 കാറിലായിരുന്നു ഇവരുടെ യാത്ര. ശ്രീകാന്തിന് ഡ്രൈവിംഗ് അറിയാത്തതിനാൽ ശെൽവമാണ് കാർ ഓടിച്ചിരുന്നത്. ഈ മാസം 12 പുലർച്ചെ ഒരു സ്ത്രീയോടൊപ്പമാണ് ശ്രീകാന്തനും ശെൽവവും മടങ്ങിയത്. അഡ്രസ് പ്രൂഫ് നൽകാതെ സ്ത്രീയെ റൂമിനകത്ത് പ്രവേശിപ്പിക്കാൻ ഹോട്ടൽ ജീവനക്കാർ തയ്യാറായില്ല. തുടർന്ന് ബാഗുമെടുത്ത് സംഘം സ്ഥലം വിട്ടു. ശെൽവനോടൊപ്പം കണ്ടെത്തിയ സ്ത്രീയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ക്യാമറമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് ആളുകളെ കൊണ്ടുപോയത് മനുഷ്യക്കടത്താണ് എന്നതിന് തെളിവില്ലെന്ന് പോലീസ്. ഫോർട്ട് കൊച്ചി കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിലാണ് പോലീസ് ഇക്കാര്യം പറയുന്നത്. സംഘത്തിൽ 6 ദിവസം പ്രായമുള്ള നവജാത ശിശു അടക്കം 22 കുട്ടികളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. വടക്കേക്കര SI ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നൽകിയ എഫ്ഐആറിന്റെ പകർപ്പാണിത്. മനുഷ്യക്കടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. എഫ്ഐആർ നൽകി 10 ദിവസം കഴിഞ്ഞെങ്കിലും മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവ് ലഭിക്കാത്തതാണ് IPC 370 വകുപ്പ് കൂട്ടിച്ചേർക്കാത്തതിന് കാരണം. മാലിങ്കരയിൽ നിന്ന് സംശയകരമായി 12 ബാഗുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ CRPC 120 മാത്രമാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. അതായത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചേക്കാവുന്ന വസ്തുക്കൾ കണ്ടെത്തിയെന്ന് മാത്രം. കേസിൽ പിടിയിലായവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ബോട്ട് കണ്ടെത്താനോ പ്രതികളെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ചെന്നൈയിൽ നിന്നും ദില്ലിയിൽ നിന്നുള്ളവരാണ് ബോട്ടിലുള്ളതെന്നും ഡൽഹിയിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം എത്ര പേർ പോയി എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആളുകളെ തിരിച്ചറിയുന്നത്. ഇതനുസരിച്ച് 80 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ബോട്ടിലുള്ളവരുടെ സംഘത്തിൽ 6 ദിവസം പ്രായമുള്ള നവജാത ശിശു അടക്കം 22 കുട്ടികൾ ഉണ്ട്. ശ്രീലങ്കൻ അഭയാർത്ഥികളും തമിഴ്നാട്ടുകാരുമാണ് സംഘത്തിലുള്ളത്. മനുഷ്യക്കടത്ത് നടന്നു എന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ എഫ്ഐആറിലെ വകുപ്പുകൾ മാറ്റുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. എന്നാൽ എഫ്ഐആർ സമർപ്പിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ ലഭ്യമാക്കാത്തത് പോലീസിനെ കുഴക്കുന്നുണ്ട്. CN പ്രകാശ്, ന്യൂസ് 18 കൊച്ചി. ജീവനക്കാരുടെ പെൻഷൻ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടക്കണക്ക് പറഞ്ഞതിന് KSRTCക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. KSRTCയുടെ പിടിപ്പുകേട് ജീവനക്കാർ എന്തിന് സഹിക്കണമെന്ന് കോടതി ചോദിച്ചു. മെറിറ്റ് പരിഗണിക്കാതെ കോർപ്പറേഷൻ എംപാനൽ നിയമനം നടത്തുന്നത് എന്തിനെന്നും കോടതി ചോദിച്ചു. താൽക്കാലിക നിയമനം ലഭിച്ച ശേഷം സ്ഥിരപ്പെട്ടവരുടെ പെൻഷൻ കണക്കാക്കുമ്പോൾ താൽക്കാലിക സേവന കാലാവധി പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് KSRTC നിലപാട്. നിലവിൽ 4200 കോടിയുടെ കടബാധ്യതയും 110 കോടിയുടെ പ്രതിമാസ നഷ്ടവുമുണ്ടെന്ന് കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടിനെ ജീവനക്കാർ എന്തിന് സഹിക്കണമെന്ന് ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. കോർപ്പറേഷൻ നഷ്ടത്തിലാകാനുള്ള കാരണവും എംപാനൽഡ് നിയമനം നടത്തുന്ന സാഹചര്യവും കോടതി ആരാഞ്ഞു. കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷിയാക്കണമെന്ന കോർപ്പറേഷൻ ആവശ്യത്തെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അംഗീകരിച്ചു. ഹൈക്കോടതി ഉത്തരവ് ശരിവയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ കോർപ്പറേഷനെ സർക്കാർ സഹായിക്കേണ്ടിവരും. ഹൈക്കോടതിയിലെ കേസിൽ സർക്കാരിനെ കോർപ്പറേഷൻ കക്ഷി ചേർത്തിരുന്നില്ല. പെൻഷൻ ബാധ്യത ഏറ്റെടുക്കുന്നതിൽ നിലപാടറിയിക്കാൻ 2 ആഴ്ചത്തെ സാവകാശമാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ 420 കോടിയുടെ അധിക ബാധ്യത വരുമെന്നാണ് KSRTC വാദം. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 ഡൽഹി. ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട് കൊളീജിയം തീരുമാനം പരസ്യപ്പെടുത്താത്തതിൽ അതൃപ്തി തുറന്നു പറഞ്ഞ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. ജസ്റ്റിസ് നദ്രജോഗ്, ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിമാരായി ഉയർത്താൻ ഡിസംബർ 12 കൊളീജിയം കൈക്കൊണ്ട തീരുമാനം വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്ന് അറിയില്ല. പുതിയ പേരുകൾ ഉൾപ്പെടുത്തിയത് തന്നെ അറിയിച്ചിരുന്നില്ലെന്നും മദൻ ബി ലോക്കൂർ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഫെബ്രുവരി അവസാന വാരം പരിഗണിക്കാൻ സുപ്രീംകോടതി മാറ്റി. സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ദിലീപിന് സാവകാശം നൽകിയാണ് കേസ് മാറ്റിയത്. കേസിൽ തനിക്ക് വേണ്ടി ഹാജരാകുന്ന മുകുൾ റോത്തഗിക്ക് ഇന്ന് ഹാജരാകാൻ അസൌകര്യമുണ്ടെന്നും അപേക്ഷയിൽ ദിലീപ് അറിയിച്ചിരുന്നു. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് വീണ്ടും സഭയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. മുൻപ് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയില്ലെന്നും സുപ്പീരിയർ ജനറലിനെ അവഗണിച്ചെന്നുമാണ് പുതിയ നോട്ടീസിൽ കൂടുതലായി ചേർത്ത കുറ്റങ്ങൾ. തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിൽ കന്യാസ്ത്രീകൾ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്തതോടെയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ സഭയ്ക്ക് അനഭിമതയായത്.
ഇതേ തുടർന്ന് വിവിധ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 9 ഹാജരാകാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രഗേഷന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് നോട്ടീസ് നൽകിയിരുന്നു. സിസ്റ്ററുടെ സൗകര്യം കണക്കിലെടുത്ത് അത് പിന്നീട് 14 മാറ്റി. എന്നാൽ വീണ്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് പുതിയ നോട്ടീസ്. ബിഷപ്പിനെതിരെ സമരം നടത്തിയതും മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറഞ്ഞതും ഉൾപ്പെടെ 13 കാരണങ്ങളാണ് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത മാസം 6 മുമ്പ് സിസ്റ്റർ വിശദീകരണം നൽകണം. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ കാനോൻ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. ഇന്നും എന്നും അന്നും ഒരേ കാര്യങ്ങൾ, കാരണം ഞാൻ ഏത് നിലപാടിൽ നിന്നു എന്നുള്ളത് കുറച്ചും കൂടി വിശദമാക്കി കൊടുക്കുന്നു. അത്രമാത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അധ്യാപിക കൂടിയായ സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ നിലവിൽ വയനാട് മാനന്തവാടി കാരക്കാമല വിമല ഹോം അംഗമാണ്. സഭാ നിയമങ്ങൾ ലംഘിച്ച് സിസ്റ്റർ അനുസരണക്കേടോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനും കാർ വാങ്ങിയതിനും പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും സഭയുടെ അനുമതി വാങ്ങിയില്ലെന്നും പുതിയ നോട്ടീസിലും വലിയ കുറ്റമായി പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഭർത്താവും കുടുംബാംഗങ്ങളും വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നതോടെ കനകദുർഗ 2ാം ദിവസവും പെരിന്തൽമണ്ണ അഭയകേന്ദ്രത്തിൽ തുടരുകയാണ്. കുട്ടികളെ കാണാനും വീട്ടിൽ പ്രവേശിക്കാനും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കനകദുർഗ. തിങ്കളാഴ്ച രാത്രിയാണ് കനകദുർഗയെ പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് പോലീസ് മാറ്റിയത്. അങ്ങാടിപ്പുറത്തെ വീട്ടിൽ കയറ്റാൻ ഭർത്താവ് കൃഷ്ണനുണ്ണി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. വീട്ടിൽ പ്രവേശിക്കാനും കുട്ടികളെ കാണാനും നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് കനകദുർഗ. ഇത് സംബന്ധിച്ച പരാതി പുലാമന്തോൾ ഗ്രാമീണ കോടതിയിൽ ഇന്ന് ഫയൽ ചെയ്യും. കോടതി നിർദ്ദേശിച്ചാൽ കനകദുർഗയെ പോലീസ് വീട്ടിൽ പ്രവേശിപ്പിക്കും. നിലവിൽ തന്നെ പോലീസ് സംരക്ഷണയിലാണ് അവർ. അതേസമയം കൃഷ്ണനുണ്ണിയും കുട്ടികളും കൃഷ്ണനുണ്ണിയുടെ അമ്മ സുമതിയും അങ്ങാടിപ്പുറത്തെ വീട്ടിൽ നിന്നും താമസം മാറ്റി. കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ നിയമപരമായി നേരിടാനാണ് ഇവരുടെയും തീരുമാനം. കനകദുർഗ സുമതിയമ്മയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമ്മയെ സംരക്ഷിക്കാൻ മറ്റാരുമില്ലെന്നും ഈ സാഹചര്യത്തിൽ കനകദുർഗയെ ഒപ്പം താമസിപ്പിക്കാൻ സാധിക്കില്ല എന്നുമാണ് കൃഷ്ണനുണ്ണിയുടെ നിലപാട്. അതേസമയം കനകദുർഗയ്ക്ക് രാഷ്ട്രീയ പിന്തുണ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് CPM. ന്യൂസ് 18 മലപ്പുറം.